ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. സീപോർട്ട് എയർപോർട്ട് റോഡിനോട് വളരെ അടുത്തായിട്ടാണ് തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. ഇവിടെ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു വില്ല പ്രൊജക്ടിനകത്തുള്ള ഒരു വീടാണ്. നമുക്കിതിന് ചുറ്റിനും നിറയെ വില്ലകളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ കാമാൻ കൊയറ്റായിട്ട് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഗ്രീനിഷ് ആയ അറ്റ്മോസ്ഫിയറിലാണ്. എങ്കിൽ പോലും നമുക്ക് മെയിൻ റോഡിലേക്ക് വെറും 400 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഷോപ്പുകളിലേക്കും ബസ് റൂട്ടുകളിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എത്താവുന്ന ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 2 ബെഡ്റൂമുകളുമായിട്ട് മനോഹരമായ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഓൾറെഡി തന്നെ നിങ്ങൾ ഇതിന്റെ പുറത്തു നിന്നുള്ള ഒരു സ്ട്രക്ചറും എലിവേഷനും ഒക്കെ കണ്ടതാണ്. നമുക്ക് ഇതിനൊക്കെ അടുത്തടുത്ത വീടുകളാണ്. പല വീടുകളിലും ആളുകൾ താമസമായതാണ്. അത്യാവശ്യം നമുക്ക് നല്ല വീതിയുള്ള റോഡാണ്. 5 മീറ്റർ റോഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. 2 വണ്ടികൾ സുഖമായിട്ട് കടന്നു പോകാവുന്ന രീതിയിലാണ് റോഡ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത വീടുകൾ താമസമായി വേറെ 2 വീടുകൾ ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന ഒരു വീടാണ്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 7.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 8 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താൻ വെറും 19 കിലോമീറ്റർ മാത്രമാണ്. 25 മിനിറ്റ്സ് ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എയർപോർട്ടിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. ഈ കാണുന്ന റോഡിന്റെ വില്ലകളുടെ ഫ്രണ്ടിലൂടെയൊക്കെ തന്നെ ടാർ റോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ആ വർക്ക് കഴിഞ്ഞതിന്റെ കുറച്ചൊരു മെസ്സി ആയിട്ട് കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ടാർ റോഡാണ് ആക്ച്വലി അതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത്. വീടിന്റെ മതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ട് വൈറ്റ് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിൽ ഗ്രേ കളറിലുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിരിക്കുന്ന പോർഷനിലൊക്കെ ഓരോ ലൈറ്റുകൾ വരുന്നുണ്ട്. മുകളിൽ നോക്കിയാൽ കാണാം GA പൈപ്പ് കൊണ്ടുള്ള കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയുള്ള 2 ഷോ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് ലേസർ കട്ട് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. പ്യൂർലി വൈറ്റ് കളറാണ് വീടിന് മതിലിനൊക്കെ പെയിന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഐശ്വര്യം ഫീൽ ചെയ്യുന്ന ഒരു വീട് കൂടിയാണ്. എടുത്തു പറയേണ്ടത് കിഴക്കോട്ടാണ് ഇതിന്റെ ദർശനം വരുന്നത്. വീടിന്റെ ദർശനവും ഡോറിന്റെ ദർശനവും എല്ലാം തന്നെ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീട് നോക്കിയാണെങ്കിലും കാണാൻ നമുക്ക് സ്ക്വയർ ഷേപ്പും അത് കൂടാതെ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു A ഷേപ്പ് കൂടി വരുന്നുണ്ട്. അവിടെയൊക്കെ ഡിസൈനുകൾ വരുന്നുണ്ട്, ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ആ ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഭംഗിയായിട്ട് തന്നെ കുറച്ച് ലീഫി പ്ലാന്റ്സ് ഒക്കെ വെച്ച് മനോഹരമായിട്ടാണ് ഫ്രണ്ട് ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ കാണുന്ന ഏരിയ മുറ്റം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു പോർച്ച് കിട്ടുന്നത്. നമ്മുടെ 1ാമത്തെ കാർ നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ 2ാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒരു ഓപ്പൺ സ്പേസും കിട്ടുന്നുണ്ട്. ടോട്ടൽ നമ്മുടെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. വീടിനകത്തേക്ക് നമ്മൾ നേരെ കയറി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ കാണാം, ഒരു ചെറിയൊരു പോർഷൻ അവിടെ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തിട്ട് അതിനകത്തെല്ലാം ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നോക്കിയാലും കാണാം, ലീഫി പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് ചെടിച്ചട്ടികളിലൊക്കെ വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലൂടെയും റൈറ്റ് സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് ആണ്. ഇതിന്റെ സൈഡൊക്കെ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് മുറ്റത്തെല്ലാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ ചെന്ന് എൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഗേറ്റ് കടന്നിട്ട് നമുക്കിനിയിപ്പം റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ 2ാമത്തെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനടുത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. നല്ല ഭംഗിയായ ഒരു വിന്റേജ് ലുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് ടെക്സ്റ്റർ വർക്കുകളൊക്കെ കിണറിന് ചുറ്റിലും ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെള്ളം തന്നെയാണ് നമുക്കിവിടെ കാക്കനാട് ഭാഗമായതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴും വീടിന്റെ ബാക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ആ ഒരു ഏരിയ ചെന്ന് എൻഡ് ചെയ്യുന്നതും വർക്ക് ഏരിയയിലേക്കാണ്.
വീടിന്റെ ഫ്രണ്ട് എലവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമുക്ക് എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്തിപ്പെടാവുന്ന ഒരു സ്ഥലമാണ് കാക്കനാട് തേവയ്ക്കൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഇത് സീപോർട്ട് എയർപോർട്ട് റോഡിനോട് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ കിഴക്കോട്ട് ദർശനമായിട്ട് 4 ബെഡ്റൂമിന്റെ ഒരു വീട് സ്വന്തമാക്കാൻ കഴിയുക എന്നുള്ളത് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു ആഗ്രഹമാണ്. അങ്ങനെയുള്ളൊരു വീടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കിഴക്കോട്ട് ദർശനമുള്ള വീടാണ്. ഐശ്വര്യമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തുറന്നു നോക്കാൻ തുടങ്ങിയ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു വീട് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ആ ഒരു ടൈം ആയിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. അതുകൊണ്ട് വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ, പകുതി കാണുമ്പോൾ തന്നെ നിങ്ങൾ മാർബിൾ ഹോംസിലേക്ക് വിളിച്ചോളൂ. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. വീടുകൾ കാണാനായിട്ട് കംഫർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും വരാവുന്നതാണ്. വീടിന്റെ ആ ഫ്രണ്ട് പോർഷനൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റിന്റെ തന്നെ ബോർഡർ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ സിറ്റ് ഔട്ടിന്റെ മുകളിലേക്ക് നോക്കിയാൽ ഭംഗിയുള്ള ഒരു ലാമ്പാണ് അവിടെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുകളിലൊക്കെ ആയിട്ട് കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. ചുറ്റിനും കാർ പോർഷന് ചുറ്റിനും തന്നെ ആ ജിയ പൈപ്പിന്റെ കുറച്ച് വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ വന്നിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 2 ഡോറുകളും, ഈ താഴെ കാണുന്ന ഡോറും ഇതിന് നേരെ മുകളിൽ നമുക്ക് ബാൽക്കണിക്ക് ഒരു ഡോർ വരുന്നുണ്ട്. അത് രണ്ടും തന്നെ ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. ഭംഗിയായിട്ട് ഡിസൈൻ വരുന്നുണ്ട്. സ്റ്റീലിന്റെ ബീഡിങ്ങുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല വീതിയുള്ള കട്ടളപ്പടിയിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഡോർ 2 എണ്ണം തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഡോറുകളൊക്കെ നോക്കുവാണെങ്കിൽ മഹാഗണിയിലാണ് തീർത്തിരിക്കുന്നത്. കട്ടിലൊക്കെ വന്നിട്ട് ആഞ്ഞലിലും ബാക്കി ഡോറുകളെല്ലാം മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ടൈല് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് കജാരയുടെയാണ് ടൈല് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിനകത്ത് ചെറിയൊരു ബ്ലാക്കിഷ് ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്വിച്ചസ് എല്ലാം വന്നിട്ട് ലെഗ്രാൻഡിന്റെയാണ് ചെയ്തിരിക്കുന്നത്. കേബിളുകളും വയറുകളും ഒക്കെ വന്നിട്ടാണെങ്കിൽ വി ഗാർഡിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയ കമ്പനിയുടെ ഫിറ്റിംഗ്സും അതുപോലെ മെറ്റീരിയൽസ് ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കടന്നു വരുന്ന സമയത്ത് നമുക്ക് TV യൂണിറ്റ് ആണ് ആദ്യം കാണാൻ പറ്റുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഒക്കെ ഒരു വലുപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വീട് ചെയ്തിരിക്കുന്നത് 2300 സ്ക്വയർ ഫീറ്റിലായതുകൊണ്ട് തന്നെ നല്ല വലിയ സ്പേസ് തന്നെയാണ് നമുക്ക് ലിവിങ്ങിനും ഡൈനിങ്ങിനും ഒക്കെ ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു TV യൂണിറ്റ് നോക്കുവാണെങ്കിൽ ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ട് ഒരു ഗോൾഡൻ കളറും ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മൾട്ടി വുഡ് കൊണ്ടാണ് ഈ കാണുന്ന TV വെക്കാനുള്ള സ്പേസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നമുക്ക് ധാരാളം ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. താഴെയൊക്കെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടാണ് ഡോർ എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള ആ സ്പേസിന്റെ മുകളിലൊക്കെ ആണെങ്കിൽ നിറയെ ചെറിയ LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് റൂമിലെ വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ മെയിൻ ഡോറിന് അടുത്ത് വരുന്ന ആ ഒരു വോളിൽ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ലൈറ്റ് ഗ്രേ പെയിന്റിങ് വരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ലൈറ്റ്, ഒരു ചെറിയ ചെറിയ LED ലൈറ്റുകളും അതുപോലെ LED സ്ട്രിപ്പുകളും വലിയ ലൈറ്റുകളും ഒക്കെ ഇട്ടിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു താഴെ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ ഈ ഒരു ലിവിങ്ങിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയുന്ന ആ ഒരു കണക്ഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹാള് വരുന്നത്. ഇവിടെ താഴത്തെ ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ലിവിങ്ങിനോട് അടുത്തൊരു ബെഡ്റൂം വരുന്നതുകൊണ്ട് നമുക്ക് അത് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. ബെഡ്റൂമിന്റെ ആ ഒരു ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് പെയിന്റ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലും ആവശ്യത്തിനുള്ള നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് റൂഫിംഗ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. മൾട്ടിവുഡിൽ തന്നെ ഒരു വുഡൻ കളർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മിഡിലായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന വോൾ ടൈലും ഫ്ലോറിലാണെങ്കിൽ ഗ്രേ കളർ ടൈലും ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഏകദേശം ഒരു 6-7 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ് നമുക്ക് ഡൈനിങ്ങിൽ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ നേരെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ആയിട്ടാണ് 3 വിൻഡോസ് കിട്ടുന്നത്. ആ വിൻഡോസ് ഇരിക്കുന്ന വോള് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ട് ഗ്രേ കളറിലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിടയിലെല്ലാം ബ്ലാക്ക് ലൈനുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ നമുക്ക് കാണാം കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്.
ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഒരു ഏരിയ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഡൈനിങ്ങിന്റെ മുകളിലത്തെ ഒരു ഭാഗം വന്നിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ്. ബാക്കി വരുന്ന റൂഫിലും നല്ല രീതിയിൽ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ടി വി യൂണിറ്റ് വെച്ചിരിക്കുന്ന ഏരിയ നിങ്ങൾ കണ്ടിരുന്നു. അവിടെ നിന്ന് ഡൈനിങ്ങിലേക്കുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ മൾട്ടിവുഡ് കൊണ്ട് ഒരു സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. അവിടെയും നമുക്ക് ഭംഗിയായിട്ട് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഡൈനിങ് ഹാളിൽ നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ ഒരു വാഷ് ഏരിയയാണ്. വാഷ് ബേസിൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിരിക്കുന്നതിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ട് 3D മോഡലുള്ള ഒരു ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിറർ വരുന്നുണ്ട്. ജെറയുടെയാണ് യൂണിറ്റ് വരുന്നത്. ഗ്രാനൈറ്റിലാണ് അതിരിക്കുന്നത്. താഴെയുള്ള ഭാഗം വന്നിട്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. മൾട്ടിവുഡിൽ PVC ലാമിനേഷൻ ആയിട്ടാണ് താഴെയുള്ള കബോർഡുകൾ തിരിച്ചിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിലും ചെറിയ വുഡൻ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ജസ്റ്റ് പെയിന്റിംഗ് കഴിഞ്ഞതിന്റെ കുറച്ച് മെറ്റീരിയലും ബക്കറ്റ്സ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു റൂമിന്റെ സൈസ് നോക്കിയാൽ നേരത്തെ കണ്ട സെയിം തന്നെയാണ്. 13x11 സൈസിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും റൂഫ് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബുകൾ വരുന്നത് ആ ഒരു കോർണർ ഭാഗത്ത് ആ ഒരു സെയിം മൾട്ടിവുഡിൽ തന്നെ 2 കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ കളറും ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്. അതിനകത്ത് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇത് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം മൾട്ടിവുഡിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ലീഫി പ്ലാന്റ്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെക്കണമെങ്കിൽ ഈ കാണുന്ന ഏരിയ എല്ലാം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തൊക്കെ നമുക്ക് ധാരാളം ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു ക്രോക്കറി ഷെൽഫ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 4 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കിച്ചണിനകത്ത് കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ കളറുള്ള PVC ലാമിനേഷനോട് കൂടിയിട്ടാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് കളറും ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലും ആണ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് അവിടെ കാണാം. അതുകൂടാതെ സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. റൂഫിൽ നോക്കിയാലും അത്യാവശ്യത്തിനുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇവിടെ വർക്ക് ഏരിയക്കായിട്ട് നല്ല വലിയൊരു ഏരിയ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ നമുക്ക് കിച്ചൺ സ്ലാബുകളൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റൂഫിലും സൈഡിലും എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ലാബ് കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ ഏരിയ നോക്കുവാണെങ്കിലും അവിടെ എല്ലാം തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അതുകൂടെ നമുക്ക് സൈഡും മുകളിലും എല്ലാം കവർ ചെയ്തിട്ട് വലിയൊരു ഏരിയ തന്നെ സ്റ്റോറേജിനൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാ വീട്ടിലും ഒരുപാട് സാധനങ്ങൾ എപ്പോഴും ആവശ്യമില്ലാത്തതുണ്ടാവും. അതൊക്കെ സൂക്ഷിക്കാനായിട്ടൊരു സ്ഥലം നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അതിന് ഈ ഒരു ഏരിയ ഉപയോഗിക്കാവുന്ന രീതിയിൽ വലിയൊരു വൈഡൻ ഏരിയ തന്നെയാണ് അവർ കവർ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് നേരെ മുകളിലേക്കുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. മുകളിലേക്ക് പോകാനുള്ള ആ ഒരു സ്റ്റെപ്പിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ കാണാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തന്നെ ബാറുകളിട്ട് സേഫ് ആയിട്ടാണ് മുകൾ വശം വരെ കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഈ ഒരു ഭാഗം മുഴുവൻ നോക്കിയാൽ കാണാൻ നിറയെ ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു ഭിത്തി എന്ന് പറയുന്നത് ഈ ഒരു വോള് വന്നിട്ട് താഴെ നിന്നുള്ള ആ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലെല്ലാം നമുക്ക് കുറെ ഓപ്പണിങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. അതിനിടയിലൊക്കെ ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. റൂഫിംഗ് വർക്കുകൾ ഇവിടെ നിന്ന് തുടങ്ങി തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ വലിയ ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്, ഒരു ഷാൻലിയർ ആണ് ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ആ ഒരു വോൾ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴാണ് ആ വോളിന്റെ ഭംഗി കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു വലിയ ഹാളിലേക്കാണ്. വലിയ ഹാളെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വാക്കിൽ തീരില്ല, അത്രയ്ക്ക് വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് ഈ ഒരു ഹാളിൽ കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. ഞാൻ നിൽക്കുന്ന ഏരിയയും ക്യാമറയുടെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന വീഡിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള എന്താ പറയുക എഡിറ്റിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് നമ്മൾ വലുതാക്കി കാണിക്കുകയോ ചെറുതാക്കി കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഒരു നോർമൽ
നോർമൽ ക്യാമറയിൽ നമ്മൾ എടുക്കുന്ന വീഡിയോ എങ്ങനെയാണ് ഒരു വീട് ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടല്ല നമ്മൾ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന സ്ക്വയർ ഫീറ്റുകളും സൈസും എല്ലാം ഇതിന്റെ ബിൽഡർ പറഞ്ഞിട്ട് പറയുന്ന അതേ ഇത് തന്നെയാണ്. റേറ്റ് ആണെങ്കിലും എല്ലാം ബിൽഡർ പറയുന്ന റേറ്റുകളാണ്. അതിനകത്തൊന്നും നമ്മൾ കൂട്ടിയോ കുറച്ചോ ഒന്നും അല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ നെഗോസിയേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഇതിന്റെ ബിൽഡർ ആയിട്ടായിരിക്കും ഡയറക്റ്റ് ഇരുന്ന് സംസാരിച്ച് നെഗോസിയേഷൻസ് എല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഈ നിൽക്കുന്ന ഹാളിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. ആ ഒരു വോള് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് ഒരു ബ്രിക്കിന്റെ ഒരു കളറാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് അവിടെ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. താഴേക്ക് ഒരുപാട് കബോർഡ് ഫെസിലിറ്റികൾ കിട്ടുന്നുണ്ട്. മുകളിലും ചെറിയ രീതിയിലൊരു പീസ് വെച്ചിട്ട് അതിനകത്താണെങ്കിലും LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഹാളിന്റെ റൂഫിൽ നോക്കിയാലും കാണാം വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ഹാള് നിറയെ ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. നമുക്കിവിടെ താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകളും ബാൽക്കണിയും യൂട്ടിലിറ്റിയാണ് കാണാനുള്ളത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കോൺക്രീറ്റിൽ തന്നെ ഒരു റൂം പോലെ തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒരാൾ വന്നാൽ ഇവിടെ കിടക്കാനുള്ള സ്പേസ് കൊടുക്കാം. ആ രീതിയിൽ സേഫ് ആയിട്ടാണ് യൂട്ടിലിറ്റി റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇൻ കേസ് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ മറ്റേതെങ്കിലും പർപ്പസിന് നമുക്ക് വേണമെങ്കിൽ ഈ റൂം യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് വേറെ നമുക്ക് കാണാനില്ല. ഡോർ തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ 3rd ബെഡ്റൂം ആണ്. ആക്ച്വലി ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണെന്ന് നമുക്ക് പറയാം. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-12 ഫീറ്റിൽ ഏറ്റവും വലിയ ബെഡ്റൂം ഇതായിട്ടാണ് വരുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 വിൻഡോസ് കാണാം. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡ് കൊണ്ട് തന്നെ സെയിം കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു വൈറ്റ് ആൻഡ് കോപ്പർ കളർ വരുന്ന കോമ്പിനേഷനോട് കൂടിയിട്ടാണ് ബാത്റൂം ടൈൽ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. 3ാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ് വരുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ കാണാം ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇത് നോക്കുവാണെങ്കിലും താഴെ കണ്ട ബെഡ്റൂമുകളുടെ സെയിം സൈസ് തന്നെയാണ്. 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നേരെ 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. സൈഡിലായിട്ട് 2 വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിൽ വരുന്നത്. വാർഡ്രോബ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഭാഗത്ത് ആ ഒരു സെയിം പാറ്റേണിലും സെയിം കോമ്പിനേഷനിലൊക്കെ തന്നെയാണ്. അതിന്റെ മിഡിലായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഐവറി ഷെയ്ഡും ബ്ലൂവും കൂടെ ഒരു മിക്സ്ചറാണ്. ചെറിയ ഡിസൈൻ ഒക്കെ വരുന്ന ടൈപ്പ് ഒരു ടൈലാണ് അതിനകത്തൊക്കെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു വലിയ ഹാളിലേക്കാണ് വരുന്നത്. നമുക്ക് ഈ ഹാളിലെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 4 വിൻഡോസും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തുറക്കുന്ന ഈ ഒരു ഡോർ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഔട്ടർ ഫ്രെയിം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആണ്. നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് അവിടെ വെച്ചിട്ടുണ്ട്. റൂഫിൽ നോക്കിയാൽ കാണാം സൈഡുകൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെറിയ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ, കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന് വളരെ അടുത്തായിട്ടാണ്. സ്ഥലത്തിന്റെ പേര് പറയുകയാണെങ്കിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇൻഫോ പാർക്ക്, കളക്ടറേറ്റ്, നൈപുണ്യ സ്കൂൾ, തേവയ്ക്കൽ വിദ്യോദയ സ്കൂൾ എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. ഹോസ്പിറ്റൽ അടുത്ത് തന്നെ സൺറൈസ് ഉണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് വെറും 3 കിലോമീറ്റർ ആണ് വരുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള സ്ഥലമാണ് കാക്കനാട് സീപോർട്ട് റോഡിനടുത്തുള്ള തേവയ്ക്കൽ എന്ന് പറയുന്നത്. അവിടെ ഒരു കിഴക്കോട്ട് ദർശനമായിട്ട് 4 ബെഡ്റൂമിൽ ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് കുറച്ച് റീസണബിൾ ആയ റേറ്റിൽ തന്നെ പർച്ചേസ് ചെയ്യാവുന്ന ഒരു വീടാണ്. വില്ല പ്രൊജക്ട് ആണ്. ഒറ്റ ഒരു ഗേറ്റഡ് പ്രൊജക്ടിനകത്തല്ല വരുന്നത്. നമ്മുടെ വീടിനടുത്തൊക്കെ നമുക്ക് നിറയെ വില്ലകൾ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് താമസിക്കാനുള്ള ഒരു ഫ്രീഡവും കിട്ടുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് വെറും 400 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.300 4.3 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 2200 ആണ്.
2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമുകളുണ്ട്. വളരെ സ്പേഷ്യസ് ആണ്. ബെഡ്റൂമുകളാണെങ്കിലും ഹാൾ ആണെങ്കിലും കിച്ചൺ ആണെന്നുണ്ടെങ്കിലും ഡൈനിങ് സ്പേസും ഒക്കെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. പൈപ്പ് വെള്ളമാണ് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഈ കാണുന്ന വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിന് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 92 lakhs ആണ്. 92 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഈ ഓണക്കാലത്തുള്ള 10 ദിവസം വീട് സ്വന്തമാക്കുന്നവർക്ക് മാർബിൾ ഹോംസിന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ 10 ദിവസം മാത്രമാണ്, ലിമിറ്റഡ് ഓഫർ ആണ്. അതുകൊണ്ട് നമ്പർ കണ്ടു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുമ്പോൾ ഉടനെ തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക, വീട് സ്വന്തമാക്കാൻ നോക്കുക. അപ്പോൾ ഈ കാണുന്ന വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.